ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. നന്ദനയുടെ സാക്ഷിയാണ്. നന്ദനയുടെ സാക്ഷ്യം എന്ന് പറഞ്ഞത്, നന്ദന ഒരു പാലായിൽ നിന്ന് നന്ദനയും നന്ദയുടെ അമ്മയും അപ്പനും ആങ്ങളെയും കൂടിയാണ് ഈ സ്റ്റേജിൽ കയറിയിരിക്കുന്നത്. കുടുംബത്തോടെ കയറിയിരിക്കുകയാണ്. അതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറാൻ കാരണം നന്ദനയുടെ കുറേ വിഷയങ്ങളുണ്ട്. അത് നമ്മൾ സാക്ഷ്യം നല്ല പൊട്ടിപ്പൂരൻ സാക്ഷ്യമാണ്. കാരണം നന്ദന വളരെ അറിവ് ഉള്ള ആളാണ്. ഒരു ജൂലൈയിൽ ഉടമ്പടി എടുത്ത ആളാണ്. ജൂലൈയിൽ ഉടമ്പടി എടുത്ത ആൾ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 ജനുവരി 6 മാസത്തിനുള്ളിൽ കുടുംബം പോയ പോക്കെന്ന് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന പോക്കാണ് പോയത്. അതായത് ഇവൾക്കാണെങ്കിൽ കേറ്റക്ക് 16 പേരാണ് കേറ്റക്കിന് എഴുതിയത്. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതിയിരിക്കുന്നത്. അവൾ മാത്രം തോറ്റു. 1 അല്ല 2 അല്ല 3 അല്ല, 3-ാം പ്രാവശ്യം തോറ്റു. അവിടെ കൂടെ എല്ലാവരും ജയിച്ചു. അവളിനി കേട്ടക്കിന് ജയിച്ചാൽ മാത്രമേ ഇനി അവൾക്കൊരു ജീവിതമുള്ളൂ. ഇനി വീടാണെങ്കിൽ അവർ പറയണത് ഞങ്ങളുടെ വീട് സർക്കസ് കുടാമപ്പുര പോലെയാണെന്ന്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ മഴയെ പേടിയാണ്. എന്താ കാര്യം? മഴ കാണാൻ ഇഷ്ടമാണ് എനിക്ക്, പക്ഷേ മഴ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വീണ് കഴിഞ്ഞാൽ നേരെ ഞങ്ങളുടെ ചോറ്റുപാത്രത്തിൽ വീഴുമെന്ന് മഴ. അപ്പം അവളുടെ സങ്കടം കണ്ടില്ലേ? വീടില്ലെന്നായി പറയണതേ. നന്നായിട്ട് പറയണുണ്ടല്ലോ, വീടില്ലെന്നാ പറയണത്. അപ്പോൾ വീടുമില്ല, ആകപ്പാടെ ആശ്രയിക്കാനുള്ളത് ഇവളുമാണ്. ഇവൾ തോക്കുകയും ചെയ്ത്. അപ്പം ഇങ്ങനെ വളരെ താഴെ കിടക്കുന്ന കുടുംബമാണ് ശരിക്കും. എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിനൊക്കെ താഴ്ന്ന സ്ഥലത്തും കൂടിയാണ്. അപ്പം എല്ലാം കൊണ്ട് ഒരു ശോകക്കാഴ്ചയാണ് ശരിക്കും. ഒരു ശോകമെന്നോ പറയത്തില്ലേ, ഒരു ശോകക്കാഴ്ച. ഈ ശോകം അമ്മ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണമെന്ന് അമ്മ ഞെട്ടിപ്പോവും. അതായത് നന്ദന പറയണത്, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലായി. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെയൊക്കെ വന്ന് പ്രാർത്ഥിക്കണത്. എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഉടമ്പടി അച്ഛൻ്റെ ധ്യാനം ഞാൻ ശരിക്കും കേൾക്കും. അവൻ പറയണ പോലെ ചെയ്യണതാണ് ഉടമ്പടി എന്ന്. അപ്പം അതാ വിഷയം. അവൻ പറയണ പോലെ ചെയ്യണതാണ് ഉടമ്പടി. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. അത്രയും അവൾക്ക് മനസ്സിലായല്ല. പക്ഷെ ആ അറിവല്ല വിഷയം, അറിവിൻ്റെ എക്സിക്യൂഷൻ വിഷയമാണ്. എന്താ കാര്യം? അത് കഴിയുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത്, ഞാൻ കുർബാന സ്വീകരിക്കാൻ പറ്റില്ലായാലും ഞങ്ങൾ അമ്മയും മക്കളും എല്ലാം കൂടി ഒരുങ്ങി പള്ളിയിൽ പോകും ഞായറാഴ്ച. അതാണ് വിഷയം. അപ്പോൾ വിഷയം മാറി, സാക്ഷ്യമായി. വിശ്വസിക്കുന്ന കാര്യങ്ങൾ സാക്ഷ്യത്തിലേക്ക് പോവുകയാണ്. എന്ന് പറയും, കുർബാന ഈശോ, പരപിതാവ് ഈശോയെ നമുക്ക് തന്നു. നമ്മുടെ പാപത്തിന് പരിഹാരമായി. ആ ഈശോയുടെ ശരീരവും രക്തവും വാഴ്ത്തപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈശോ വഴി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന കൂദാശ എന്ന് ഇവിടെ വരെ പറയണം. അപ്പോൾ 5 മാസം അയാളുടെ ഉടമ്പടിയിലേക്ക് വന്നിട്ട് വിശ്വാസത്തെക്കുറിച്ച് എന്തോരം അറിവാണ്. അതിൻ്റെ താഴെയുള്ള കമൻറ്റ് വായിക്കണം. എൻ്റെ മകളെ, നിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ തങ്കപ്പെട്ട വർത്തമാനം വരണല്ല. ഞങ്ങളൊക്കെ ഇത്ര കാലം കൊണ്ടാണ് ഇത് പഠിച്ചത്, നീ പെട്ടെന്ന് പഠിച്ചല്ല എന്ന്. അതാണ് അറിവിൻ്റെ സുവിശേഷം എന്ന് പറയണത്, അറിവിൻ്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയണ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടണം. അറിവ് കിട്ടണം, ബോധ്യം കിട്ടണം. ബോധ്യം കിട്ടുമ്പോൾ ആ ബോധ്യമാണ് ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ. ഈ പത്രം കൊടുക്കുമ്പോൾ പോകുമ്പോൾ പത്രത്തിന് കൂടെ പ്രത്യക്ഷീണ പ്രാർത്ഥന കൊടുക്കും. പിന്നെ പത്രം ആൾക്കാർക്ക് അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് അപ്പോൾ അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവസ്നേഹത്തിലാണ് ചെയ്യണത്. ദൈവസ്നേഹത്തിലാണ് ചെയ്യണത്. അപ്പോൾ ദൈവത്തെ സ്നേഹത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡേറ്റ്, അപ്പോൾ നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമെന്ന് പറയത്തില്ലേ. അപ്പോൾ ഡേറ്റ് നമുക്ക് ദൈവം തരും. എടി മോളെ, ഇന്ന ഡേറ്റ് നിന്നെ സഹായിക്കാൻ സാധ്യതയുണ്ട്, നീ അത് പ്രാർത്ഥനയിൽ കൊടുക്കാൻ പറയും. അപ്പോൾ അവൾ പറയും, അമ്മേ, ഇപ്പം ഇങ്ങനെ ഒരു വചനമുണ്ടേ, എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി മഹത്വം ഹല്ലേലൂയ ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. യോഹന്നാൻ 14:21 എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്റെ കൽപ്പന സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അതാണ് വിഷയം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നണം. ഈ നന്ദനയുടെ കാര്യത്തിൽ 2 പ്രാവശ്യം തോന്നും. അതാണ് വിഷയം. 2 പ്രാവശ്യം തോന്നുന്നു ദൈവത്തിന്. അവരുടെ കയ്യാങ്കളി ആ ടൈപ്പാണ്. കർത്താവിന് തോന്നിയത് ആത്മാർത്ഥമായിട്ട് അവരെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ എന്താ പറയണത്? എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ എന്നെ തന്നെ, അതാണ് ഡേറ്റ് വരണത്. അപ്പം എന്നതിനോട് പറഞ്ഞ് നീ അമ്മയുടെ ബർത്ത്ഡേക്ക് അനുഗ്രഹം ചോദിക്കൂ, നിനക്ക് ഞാൻ അനുഗ്രഹം ബർത്ത്ഡേക്ക് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഉടനെ അതുപോലെ ഇവിടെ ദൈവം ചോദിക്കണ അമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ December 8. അപ്പോൾ എനിക്ക് സന്തോഷത്തോടെ അമ്മയുടെ ബർത്ത്ഡേക്ക് പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ലൈഫിനെ എന്നെ സഹായിക്കണമെന്ന് പറയും. അതുപോലെ തന്നെ December 8 മുമ്പ് തന്നെ 6-ാം തീയതി ആകുമ്പോൾ തന്നെ ഇവർക്ക് റിസൾട്ട് വരും, അവൾ പാസ്സാകും. അപ്പം എന്താ പ്രശ്നം? അതായത് എൻ്റെ മക്കളെ ഒരു സാധനത്തിനും പഞ്ഞമില്ല. ഫീസ് ചെയ്യുന്ന ഒരു വിഷയത്തിലാണ് നമ്മുടെ വിഷയം. നമ്മൾ കറക്റ്റായിരിക്കണം. ദൈവത്തിന് തോന്നണം നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നണം. അല്ല സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നാൽ ദൈവം കൈയും കാലും തല്ലി പിടിക്കും, ഒരു സംശയമില്ല. എന്തിനാണ് ഈ പേപ്പട്ടി ഈ വിഷം കെട്ടാൻ വേണ്ടി എൻ്റെ മുമ്പിൽ വന്ന് അഭ്യാസം കാണിക്കുന്നത്? വയറ്റിപ്പഴപ്പിനല്ലേ, ഇറങ്ങിപ്പൊടിയെന്ന് പറയും. അങ്ങനെ അഭ്യാസം കാണിക്കരുത്. നിങ്ങൾ കസിൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പത്രം കൊടുക്കത്തില്ല. എന്താ കസിന് എൻ്റെ കൂടെ പള്ളി വരുന്നുണ്ട്, അവളെന്നെ തോന്നി പറയും, അതൊരു പത്രം പിന്നെ കൊടുക്കാമെന്ന്. അപ്പം കസിനെ കണ്ടപ്പോൾ സായപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നില്ലേ? നീ പിടികൊടുത്തില്ല ദൈവത്തിന്. നിൻ്റെ എല്ലാ ഫ്രോഡ് പരിപാടിയും ദൈവത്തിന് മനസ്സിലായില്ലേ? ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹവും ഒരു കസിനെ കൊണ്ട് കളയാവുന്നേ ഉള്ളതെങ്കിൽ പിന്നെ നീ എന്തിനാണ് ചമഞ്ഞ് കെട്ടി ക്രിസ്ത്യാനിയായിട്ട് നടക്കുന്നത്? ഇറങ്ങിപ്പൊടിയെന്ന് പറയുന്നു. കാര്യം എന്താ? കാര്യം നിന്നേക്കാൾ വിശ്വാസമുള്ളവർ നിൻ്റെ പുറകെ വരുന്നുണ്ട്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളാ പാരമ്പര്യ വിശ്വാസികൾ എപ്പോഴും ഒരു അപകട മേഖലയിലാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിലും ഇന്ന് വരെ ദൈവത്തിനൊരു പ്രയോജനമില്ല. 10 പൈസക്ക് ആർക്കും ദൈവത്തിന് വേണ്ടി ഒരു വിശ്വാസം കൈമാറിയിട്ടില്ല, ആരോടും വിശ്വാസം കൈമാറിയിട്ടില്ല, ആരോടും ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസായിട്ട് അങ്ങനെ അണിഞ്ഞ് ചമഞ്ഞ് നടക്കണമെന്നല്ലാതെ ആകാശിൻ്റെ ഗുണം ഈ വ്യക്തിയെക്കൊണ്ട് ദൈവത്തിനുണ്ടായിട്ടില്ല. ഒരു അവിശ്വാസിയോട് പോലും നീ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ദാരിദ്ര്യരേഖയുടെ താഴെ കിടക്കുകയാണ്. ശരിക്കും BPL എന്ന് പറഞ്ഞാൽ ആരാണ്? നീയാണ് BPL. യഥാർത്ഥത്തിൽ ആധ്യാത്മിക മേഖലയിലെ BPL ആണ് നീ. എന്താ കാര്യം? ബിലോ പോവർട്ടി ലൈൻ. കർത്താവിനെ കൈമാറിയിട്ടില്ല. വിശ്വാസം കിട്ടിയിട്ട് 10-40 വർഷങ്ങളാണെങ്കിൽ നീ ഇവിടെ ജീവിച്ചതും പട്ടി ജീവിച്ചതും കണക്കാണ്. പട്ടി 40 വർഷത്തിൽ മരിക്കുന്ന ആളാണ് പട്ടി. നീയും മരിച്ചു. പട്ടിയും കർത്താവിനെ കൈമാറിയില്ല, നീയും കൈമാറിയില്ല. പട്ടിക്ക് കർത്താവിനെ കിട്ടാഞ്ഞിട്ട് കൈമാറാഞ്ഞാണെന്ന് പട്ടിക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റൂ. നിനക്ക് കർത്താവിനെ കിട്ടിയിട്ട് കൈമാറിയില്ല. ഇത് ഒറ്റ നടക്ക് പോകത്തില്ല മോളെ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിശ്വാസം കൈമാറുന്നതിനായി എനിക്ക് കിട്ടുന്ന അവസരങ്ങളെ അപ്പോസ്തലിക ധീരതയോടെ കൈമാറാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന ആരാധന. ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം. പരിശുദ്ധ അമ്മ
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്കും എന്നെയും എൻ്റെ കുടുംബത്തെയും മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഞാൻ ഹരിപ്പാട് കരുവാറ്റ പഞ്ചായത്തിൽ നിന്നും വരുന്നു. എൻ്റെ പേര് അമ്പിളി. ഇതെൻ്റെ മൂത്ത മകൾ ഹരിത, ഇളയ മകൾ ഹർഷ. ഞാൻ മാതാവിനെ പറ്റി ആദ്യമായി അറിയുന്നത് 2018 ഞാൻ ഹരിപ്പാട്ടിൽ നിന്നും കണിച്ചുകുളങ്ങര ഒരു കല്യാണത്തിന് പോകുമ്പോൾ ആലപ്പുഴ KSRTC ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് അവിടെ ഞാനിരുന്ന ആ ബർത്തിൽ നിന്നും എനിക്കൊരു കൃപാസനം പത്രം കിട്ടി. ആ പത്രം ഞാൻ അവിടെ ഇരുന്ന് വായിച്ചു, സാക്ഷ്യങ്ങളെല്ലാം ഞാൻ വായിച്ചു. അത് കഴിഞ്ഞ് ആ പത്രം ഞാൻ മടക്കി വെച്ചു. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ അത്രയും പ്രായമുള്ള ഒരാൾ വന്ന് എൻ്റെ അടുക്കൽ ഇരുന്നേച്ച് എന്നോട് ചോദിച്ചു, കൃപാസനത്തിൽ പോവുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് കൃപാസനം എവിടെയാണെന്നൊന്നും അറിയത്തില്ല, എനിക്ക് പക്ഷേ ഒരു പത്രം കിട്ടി, ഞാനത് വായിച്ച്. അന്നേരം ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ പോവാണെന്ന് ചോദിച്ചവൻ പറഞ്ഞു ഞാൻ അവിടെ പോവാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ഇരുന്നത് ശ്രദ്ധിച്ചു, എവിടെയാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ച്. അങ്ങനെ ഞാൻ ഇവിടെ കലവൂർ വന്നപ്പോൾ ഇവിടെ ആ സ്ത്രീ അവിടെ ഇറങ്ങുകയും അവിടെ നോക്കിയപ്പോൾ ഒരുപാട് വണ്ടികളും ഒരുപാട് ആൾക്കാരും അവിടെ കണ്ട്. അപ്പം ഞാൻ എൻ്റെ മോളുണ്ടായിരുന്നു, എൻ്റെ കൂടെ ഇളയ മോളുണ്ടായിരുന്നു. ഞാൻ മോളോട് പറഞ്ഞു, നമുക്ക് തിരിച്ച് വരുമ്പോൾ ഇവിടെ ഇറങ്ങി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോയി. അവിടെ കല്യാണം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇവിടെ അന്ന് ഇത്രയും വികസനമില്ലായിരുന്നു. ആൾക്കാരെല്ലാം വെളിയിലിരിക്കുമായിരുന്നു. അപ്പം ഞാനും മോളും ഇറങ്ങി. ഞാൻ അവിടെ ഒരാളോട് ചോദിച്ചു, എങ്ങനെയാണ് ഇവിടുത്തെ രീതികളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അന്നേരം എന്നോട് പറഞ്ഞ് ഇവിടെ അച്ഛനെ കാണണമെന്നും ഇവിടെ ഉടമ്പടി എടുക്കണമെന്നും ഒക്കെ പറഞ്ഞ് അന്ന് ഇവിടെ വലിയ ആൾക്കാർ വരുന്നു, നമുക്കകത്ത് കയറി ഒന്ന് തൊഴാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ വെളിയിൽ തന്നെ നിന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ച് അമ്മയോട് പറഞ്ഞിട്ട് അപ്പം മോള് പറഞ്ഞു, എന്നാൽ നമുക്ക് പോകാം അമ്മേ, ഇവിടെ നിന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും ഇന്ന് നടക്കത്തില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മോളൂടെ അടുത്ത വണ്ടിക്ക് കയറി ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പം ഞാൻ പറഞ്ഞു, എന്നെങ്കിലും എനിക്ക് വരാൻ പറ്റുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തില്ലെങ്കിലും എനിക്ക് നേരത്തെ തന്നെ എനിക്ക് മാതാവിനെ വിശ്വാസമായിരുന്നു, മാതാവിനെ ഈശോയെ എനിക്ക് വിശ്വാസമായിരുന്നു. ഞാൻ പഠിച്ചതും എൻ്റെ കൂട്ടുകാരും എല്ലാം ക്രിസ്ത്യൻ കുട്ടികളൊക്കെ ആയിരുന്നു. പഠിച്ച സ്കൂളും പള്ളിയുടെ സ്കൂളായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ പള്ളികളിലൊക്കെ പോകുകയൊക്കെ ചെയ്യുമായിരുന്നു. കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോകാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പോവായിരുന്നു. പിന്നെ ഞാൻ 2024 ഓഗസ്റ്റ് 31 ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. 2018 ഞാൻ അറിഞ്ഞു, കൃപാസന മാതാവിനെ പറ്റി ഞാൻ അറിഞ്ഞു. എനിക്കെടുക്കാനുള്ള സാഹചര്യം പറ്റിയില്ലായിരുന്നു. ഞാൻ പിന്നീട് 2024 ഓഗസ്റ്റ് 31 ഞാനും എൻ്റെ കുടുംബവുമായിട്ട്, എൻ്റെ മക്കളും എൻ്റെ ഭർത്താവുമായിട്ട് ഇവിടെ വന്ന് ഞാനും എൻ്റെ ഈ മൂത്ത മോളും ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം എൻ്റെ ഈ ഇളയ മോൾക്ക് 1 വയസ്സ് മുതലേ അവൾക്ക് അലർജി രോഗമായിരുന്നു. എന്നും ആശുപത്രി കൊണ്ട് നടക്കുമായിരുന്നു. എല്ലാ മാസവും അവൾക്ക് അങ്ങ് പനിയും കഫക്കെട്ടും വിമ്മിഷ്ടവും, അത് മാറത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഇതെല്ലാം ഞാൻ ഈ 2024 ഉടമ്പടി എടുക്കുന്നിടം വരെ ഞാൻ ആശുപത്രി കയറി ഇറങ്ങി അവൾക്ക് ഈ മരുന്നുകളെല്ലാം കൊടുക്കുമായിരുന്നു. 22 വർഷമോളം ഞാൻ ഈ ആശുപത്രി കയറി ഇറങ്ങി ഈ മകൾക്ക് മരുന്ന് കൊടുത്തു. അപ്പോൾ എൻ്റെ ഭർത്താവ് വീട്ടിലില്ല. ഭർത്താവ് മിലിറ്ററി ജോലിക്കാരനായിരുന്നു. ഞാനാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് എവിടെല്ലാം പോകണം അവിടെല്ലാം ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഓടി നടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സഹിയിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെയും ഈ മോക്ക് ഞാൻ അലർജിയുടെയോ വിമ്മിഷ്ടത്തിൻ്റെയോ മരുന്ന് കൊടുത്തിട്ടില്ല. ഒരു പ്രാവശ്യം കണ്ട് ഒരു പനി വന്ന് അത് പാരസിറ്റമോൾ ഗുളിക കൊടുത്തു, അത് മാറിക്കിട്ടി. ഇതുവരെ അവൾക്ക് 1.5 വർഷമായി ഉടമ്പടി എടുത്തിട്ട് ഇതുവരെ അവൾക്ക് ഈ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. രണ്ടാമത്തത്
എൻ്റെ ഈ മൂത്ത മകൾക്ക് മൂത്ത മകൾ പറയും. എൻ്റെ പേര് ഹരിത. ഞാൻ 2017 മുതൽ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. ആദ്യം കുറേ നാൾ PSC പഠിച്ചു, പിന്നീട് ബാങ്ക് കോച്ചിങ്ങിനും പോയി. എന്നിട്ടൊന്നും എനിക്കൊരു ജോലി ശരിയാകുന്നില്ലായിരുന്നു. പിന്നീട് ഞാനൊരു ജോലി അത്രയും ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പഠിച്ചു. എന്നിട്ട് ഹസ്ബൻഡ് ദുബായിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അവിടെ ഞാൻ പോയി. എന്നിട്ടും എനിക്ക് ജോലിയൊന്നും എനിക്ക് ശരിയാകുന്നില്ലായിരുന്നു. അവസാനം ഞാനൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒരു ജോലി കിട്ടാനായിട്ട്. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് മുന്നേ ഞാൻ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ എല്ലാവരും വിളിക്കാമെന്ന് പറയുന്നതല്ലാതെ എനിക്ക് അവർ പിന്നീട് വിളിക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ചെന്ന എല്ലാ ഇൻ്റർവ്യൂസും എനിക്ക് പാസ്സാകുകയും ചെയ്തു. അവിടുന്ന് എനിക്ക് ഒരേ സമയത്ത് തന്നെ 2 ജോലിക്ക് എന്നെ വിളിക്കുകയും ചെയ്തു. അതിൽ ഞാൻ പഠിച്ച ഫീൽഡിലെ ജോലി തന്നെ എനിക്ക് സെലക്ട് ചെയ്യാനുമുള്ള ഒരു അനുഗ്രഹം എൻ്റെ അമ്മ എനിക്ക് തന്നു. ആ സമയത്ത് ഞാൻ ഏറ്റവും മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ സെയിം ക്വാളിഫിക്കേഷൻ ആയിരുന്നു മുമ്പും ഉള്ളത്, പിന്നെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം നോട്ട് ബൈ മെറിറ്റ്, ബൈ ഗ്രേസ് വഴിയാണ് എനിക്ക് ആ ജോലി കിട്ടിയെന്നുള്ള കാര്യം എനിക്ക് ആ സമയത്ത് എനിക്കത് എൻ്റെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും എനിക്ക് കഴിഞ്ഞു. അതായിരുന്നു. പിന്നീട് എനിക്ക് എനിക്ക് ജോലി കിട്ടുന്നതിന് മുന്നേ ഹസ്ബൻഡിന് സാലറി ഇച്ചിരി കുറവായിരുന്നു. അതായത് നമുക്ക് അവിടെ ദുബായ് ആകുമ്പോൾ റെൻ്റൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം നമുക്ക് എക്സ്പെൻസ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു എക്സ്പെൻസായി. അപ്പം ഞാൻ അമ്മയോട് അത്രയും പ്രാർത്ഥിച്ചു, അമ്മയെ കുറച്ചും കൂടെ, കാരണം നമ്മൾ റെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഹാരത്തിനുള്ള മാത്രമുള്ള പൈസയേ ഉള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഒരു ഇച്ചിരി ശമ്പള വർധനവ് കൊടുക്കണേ. അതും മാതാവ് പ്രാർത്ഥിച്ച് 1 മാസത്തിനുള്ളിൽ തന്നെ മാതാവ് ആ അനുഗ്രഹം എനിക്ക് തന്നു. പിന്നീട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ തടസ്സം വെച്ചാൽ എനിക്കിവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയണമായിരുന്നു. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ ലീവ് എനിക്ക് അപ്രൂവ് ആയി കിട്ടുന്നത്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ജോലിക്ക് വന്നൊരു കുട്ടി, അവൾക്ക് തൊണ്ടയ്ക്കൊരു പ്രശ്നമായിട്ട് അവൾ ജസ്റ്റ് 1 മാസത്തെ ലീവിന് വന്ന് തൊണ്ട കാണിക്കാൻ വേണ്ടി വന്നേ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അവൾക്ക് ക്യാൻസറിൻ്റെ തുടക്കമായിരുന്നു. അപ്പോൾ അവൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ വർക്ക് ഫ്രം ഹോം ഞങ്ങളുടെ കമ്പനി അനുവദിച്ച് കൊടുത്തു അവൾക്ക്. അപ്പം അവൾക്ക് വിചാരിച്ച സമയത്തിനുള്ളിൽ ട്രീറ്റ്മെൻറ്റ് തീർന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ ലീവ് അപ്രൂവായി, ഞാൻ ടിക്കറ്റും എടുത്ത് വെച്ചിരുന്നു. അവസാന നിമിഷം അവർ പറഞ്ഞു ആ കുട്ടി വരാതെ എന്നെ വിടുകയല്ല എന്ന് പറഞ്ഞു, നാട്ടിലോട്ട് വിടത്തില്ല. എനിക്ക് കാരണം ടിക്കറ്റും എടുത്ത് വെച്ച് എനിക്കിവിടെ വന്ന് സാക്ഷ്യം എനിക്ക് പറയണം, അതാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര വിഷമമായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതിനകത്ത് ഇടപെടണേ, അവളെ അവിടെ അസുഖങ്ങളെല്ലാം കുറച്ച് അവിടെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് അവളെ എത്തിക്കണേന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ലീവ് അനുവദിച്ച് കിട്ടുന്ന 2 ദിവസത്തേക്ക് മുന്നേ ആയിട്ട് അവൾ പൂർണ്ണ ആരോഗ്യത്തോടെ കൂടി ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവൾ വന്നതുകൊണ്ടാണ് എനിക്കിവിടെ ലീവ് കിട്ടി എനിക്കിപ്പോൾ വന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ കഴിഞ്ഞതും. ഹസ്ബൻഡിന് എന്നും വയറ്റിൽ വേദനയും, അത് സ്കാൻ ചെയ്തപ്പോൾ പിത്തസഞ്ചിയിൽ 4.4 mm ഒരു കല്ലുണ്ടെന്ന് പറഞ്ഞു. അത് പോയില്ലെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ്. അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുത്തരുതേ, അത് മാതാവ് ആ കല്ല് അതുപോലെ എടുത്തു മാറ്റി തരണമേ എന്നും ഞാൻ മാതാവിനോട് അന്ന് മുതലും പ്രാർത്ഥിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് സ്കാൻ ചെയ്തപ്പോൾ ആ കല്ല് അവിടെ ഇല്ലാതെ അപ്രത്യക്ഷമായി. അങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു അനുഗ്രഹവും തന്നു. അത് മാതാവിൻ്റെ എണ്ണയും മാതാവിൻ്റെ വിശുദ്ധ തൈലവും ഉപ്പും തേനും കഴിച്ചതിൻ്റെ ഫലമായി ആ കല്ല് പരിപൂർണമായും മാറ്റി ഞങ്ങൾക്ക് സൗഖ്യം തന്ന് മാതാവ് ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ച്. 4ാമത്തെ സാക്ഷി, എൻ്റെ കൈ എന്നും എൻ്റെ കൈ നൂരാൻ പാടാണ്. ഭയങ്കര വേദനയായിരുന്നു. ഇത് കുറച്ച് നാൾ കൊണ്ടുണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നും ഇവിടുത്തെ വിശുദ്ധ തൈലം എൻ്റെ കയ്യിൽ പെരട്ടി അതിൻ്റെ ഫലമായി എനിക്ക് ആ വേദനയും ആ മടക്കിനും എനിക്ക് സൗഖ്യം തന്ന് മാതാവും ഈശോയും ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയുമാണ് ഞങ്ങളുടെ സാക്ഷ്യം. കാരുണ്യ പ്രവൃത്തി ഇവിടെ നിന്നും കിട്ടുന്ന പത്രം ഞാൻ മേടിച്ച് അത് വിശ്വാസ പ്രമാണവും പ്രാർത്ഥനയും ചൊല്ലിയതിന് ശേഷം ഹരിപ്പാട് ടൗണുകളിലും കടകളിലും
ആശുപത്രികളിലും ഞാനത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുന്നു. പിന്നെ ഞങ്ങളുടെ പരിസരത്തുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ഞാൻ ആദ്യമൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ അവർ മൂന്നാമത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പം പറഞ്ഞു, അവിടെ ഞങ്ങളുടെ ആ പരിസരത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പലരുടെയും കയ്യിൽ ഈ പത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണ്ടാത്ത ആൾക്കാർക്കൊന്നും ഞാൻ കൊടുക്കാറില്ല. ഞാനത് വേറെ അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ അവർ മേടിക്കുന്നുണ്ട്. എന്നോട് ആരും ഇതേവരെ ഇത് വേണ്ടാന്നൊന്നും ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ ഇവിടത്തെ അച്ഛൻ്റെ ഞാൻ 5 മണിക്ക് വെളുപ്പിനെ എണീക്കും. ആദ്യം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, അതിനുശേഷം ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ, അതിനുശേഷം ഞാൻ 2-3 സാക്ഷ്യം കേൾക്കും ദിവസവും. ഇത് ഞാൻ എൻ്റെ വാട്സപ്പിലുള്ള കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചൊവ്വാഴ്ചയുള്ള ധ്യാനം എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ ധ്യാനം കൂടാറുണ്ട് ഓൺലൈനായിട്ട്. ചില സമയത്തെങ്ങാണ് എവിടെയെങ്കിലും ഒന്ന് പോകേണ്ടതായിട്ട് വന്നാൽ അന്ന് കൂടത്തില്ല. അത് പിന്നീട് ഞാനത് പിറ്റേ ദിവസം ഞാൻ അത് കാണുകയും ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരുണ്യപ്രവർത്തനം ഞങ്ങളെ കൊണ്ട്, എൻ്റെ ഭർത്താവ് കാരുണ്യപ്രവർത്തനം കൂടുതൽ ചെയ്യുന്ന ആളാണ്, ഞാനും ചെയ്യും. എൻ്റെ മോളും ഇപ്പം ജോലി കിട്ടിയതിന് ശേഷം അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവളും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പണ്ട് മുതലേ ആർക്കെങ്കിലും സാധുക്കൾക്ക് ദാനം ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഇന്നും അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈബിള് ഞാൻ ദിവസവും വായിക്കും. അത് 2018 മുതലേ ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട്. എന്ന് ഞാൻ ഈശോയെയും മാതാവിനെയും കൂടുതൽ അറിയാൻ തുടങ്ങി അന്ന് മുതലേ ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട്. ഇന്ന് വരെ അതിനൊരു മുടക്കവും വന്നിട്ടില്ല. പിന്നെ ജപമാല ഞാൻ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഇവിടെ നിന്നും എനിക്കൊരു ജപമാല കിട്ടിയിരുന്നു. ഈ ആൾക്കാരിൽ നിന്ന് എനിക്കൊരു ജപമാല കിട്ടിയിരുന്നു. അത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരുന്ന്. എനിക്ക് ജപമാല അറിയത്തില്ലായിരുന്നു. കൂടുതലായിട്ട് എനിക്ക് ജപമാല എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ ജപമാലയുടെ ധ്യാനത്തിന് മുന്നോടിയായിട്ടുള്ള ജപമാല കേട്ട് പഠിച്ച് ഞാനതിപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല മാതാവേ, ഞാൻ ചെല്ലുന്നത് മാതാവ് അത് അംഗീകരിച്ചെടുക്കുക. അങ്ങനെ ഞാൻ പറഞ്ഞാണ് ഞാൻ ചെല്ലുന്നത്. എന്നാലും ഞാൻ ദിവസവും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ഒരു കൊന്തയെങ്കിലും ഒരു ദിവസം ചൊല്ലി പൂർത്തീകരിച്ച് ബൈബിളും വായിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ദിവസവും തുടങ്ങുന്നത് തന്നെ. ആദ്യം ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ തുടങ്ങത്തുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയമായും ഭൗതികമായും ഒക്കെയുള്ള വളർച്ചകളും എല്ലാം. പിന്നെ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭർത്താവിനും മരുമകനും എല്ലാവർക്കും തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാനും എൻ്റെ കുടുംബവും അർപ്പിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 കോടി നന്ദി. എൻ്റെ കുടുംബത്തിനും അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് 1000 കോടി നന്ദി. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഒരു ഭാഗ്യം കിട്ടിയതിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും 1000 കോടി നന്ദി. എൻ്റെ പേര് സിന്ധു. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ അഭിനന്ദ്, മോള് തീർത്ത. എൻ്റെ മോടെ ഒരു രോഗസൗഖ്യം പറയാനാ എൻ്റെ മോക്ക് 10ാം ക്ലാസ് മുതൽ 10 വയസ്സ് തൊട്ട് എൻ്റെ മോക്ക് ശ്വാസം മുട്ടലിനും ആസ്മയുടെ അസുഖമായിരുന്നു. ഇപ്പം 3-3.5 കൊല്ലം കൊണ്ട് മരുന്നുകൾ കഴിച്ച് ഇഷ്ടംപോലെ ഹോസ്പിറ്റലിലും എല്ലാം മരുന്നും മേടിച്ച് ഒത്തിരി 2-3 ആഴ്ചയാകുമ്പം സുഖമാവും. പിന്നെയും വയ്യ, ശ്വാസം മുട്ടൽ. അങ്ങനെ 2 നേരം ഇൻഹീലറും അടിച്ച് ഗുളികയും കഴിച്ച് നടക്കുക. ഡോക്ടർമാർ ഒത്തിരി എടുത്ത് കാണിച്ചപ്പം ഡോക്ടർമാർ പറഞ്ഞു ഇത് സ്ഥിരം ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇത് മാറത്തില്ല. അങ്ങനെ മോക്ക് ഭയങ്കര അസ്വസ്ഥക്കേടായിരുന്നു. ഒന്നും കഴിക്കാൻ, തണുത്ത സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല, തണുത്ത വെള്ളത്തിലൊന്നും കുളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് യൂട്യൂബ് വഴിയാണ് ഞാൻ ആദ്യമേ കൃപാസന മാതാവിൻ്റേത് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മോള് ഗുളിക ഇഴുപ്പും ഇൻഹീലറുടെ എല്ലാം നിർത്തി. അങ്ങനെ മോക്ക് പകുതി സുഖമായി. പിന്നെ ഇവിടെ വന്ന്
അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയിൽ എൻ്റെ മോൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പം ഒരു 5 മാസം കൊണ്ട് ഇൻഹീലറും ഉപയോഗിക്കുന്നില്ല, ഗുളികയും കഴിക്കുന്നില്ല. മോൾക്ക് എല്ലാ ആഹാരങ്ങളും തണുത്തതും എല്ലാം കഴിക്കാം, തണുത്ത വെള്ളത്തിൽ കുളിക്കാം, ഒരു കുഴപ്പമില്ല. മറ്റേത് പൊടിയെല്ലാം അടിച്ച ഭയങ്കര തുമ്മലും ഭയങ്കര ഇതക്കേടുമായിരുന്നു, ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മോൾക്കിപ്പം പൂർണ്ണ സൗഖ്യം, അമ്മയുടെയും ഈശോയുടെയും കൃപയാൽ പൂർണ്ണ സൗഖ്യം കിട്ടി. അങ്ങനെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 കോടി നന്ദി. പിന്നെ എനിക്ക് സുഖമില്ലായിരുന്നു, എനിക്ക് യൂട്രസ് സംബന്ധമായ അസുഖമായിരുന്നു. അന്നേരം ഭയങ്കര വയറ്റുവേദനയൊക്കെ. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം പറഞ്ഞു യൂട്രസ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു, അല്ലാതെ വേറെ ഓപ്ഷനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്ന് ആദ്യം ഓൺലൈനിൽ ഉടമ്പടി എടുത്ത്, അന്നേരം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പോയി സ്കാൻ ചെയ്ത്, അന്നേരം ആ മുഴ കുറേ ചുരുങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് പിന്നെ സെപ്റ്റംബർ 10-ാം തീയതി വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് അങ്ങനെ അച്ഛനെ കണ്ട് ഞങ്ങൾ കൈവെപ്പ് ശുശ്രൂഷ നടത്തി. അങ്ങനെ പിന്നെ അത് ഗുളിക കഴിച്ച് പിന്നെയും 1-2 ആഴ്ച ഗുളിക കഴിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇനിയും ഗുളിക കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ഡോക്ടറെ വേണ്ട, ഇനി ഗുളിക കഴിക്കുന്നില്ല, ഡോക്ടർ ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അന്നേരം ഒന്നുകൂടി സ്കാൻ ചെയ്തപ്പം എൻ്റെ ആ യൂട്രസിലെ മുഴ മൊത്തം ചുരുങ്ങിപ്പോയി, ഒന്നുമില്ലെന്ന് പറഞ്ഞു. എടുത്ത് മാറ്റാനേ ഒക്കത്തോളം എന്ന് പറഞ്ഞതാ, വേറെ ഒന്നും മരുന്ന് ഗുളിക 3 മാസം ഹോർമോണിൻ്റെ ഗുളികയൊന്നും കഴിച്ചിട്ട് കുറവില്ലായിരുന്നു. അന്നേരം എടുത്ത് മാറ്റാനേ ഒക്കത്തോളം എന്ന് പറഞ്ഞതാണ്. അങ്ങനെ അതോടുകൂടി അമ്മയുടെ ഈശോയുടെ അനുഗ്രഹത്താൽ എനിക്ക് ആ അസുഖം സൗഖ്യം പ്രാപിച്ച്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് മുടി പൊഴിയുമായിരുന്നു, അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഡോക്ടർമാരെയൊന്നും കാണിക്കാനൊന്നും പോയൊന്നുമില്ല, ബാക്ക് വശത്ത് മുടി മൊത്തം പൊഴിയുമായിരുന്നു. അങ്ങനെ രാവിലെയും പിന്നെ സന്ധ്യപ്രാർത്ഥന സമയത്തും എല്ലാം ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഹസ്ബൻഡിൻ്റെ മുടിയിൽ പുരട്ടിയും ചെയ്തതിൻ്റെ ഫലമായി മുടിയെല്ലാം നല്ലവണ്ണമൊക്കെ വളർന്നു. പിന്നെ ഞങ്ങൾ പിന്നെ ബൈബിളൊക്കെ കുറേയൊക്കെ നല്ലവണ്ണക്ക് അറിയാം, വായിക്കാൻ. ഞാൻ മനസ്സ് വിഷമിച്ച് ഓരോ ഇതെടുക്കുമ്പം എൻ്റെ മനസ്സിലുള്ള വചനം തന്നെ എനിക്ക് കിട്ടുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തി ഞാൻ പിന്നെ ഹോസ്പിറ്റലിലും ഗവൺമെൻറ് ഹോസ്പിറ്റലെല്ലാം പിന്നെ പൊതിച്ചോറ് കൊടുക്കും, പിന്നെ ബസ് സ്റ്റോപ്പിൽ കൊടുക്കും. പിന്നെ പ്രേക്ഷിക പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലും പത്രങ്ങൾ കൊടുക്കും, പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ, പിന്നെ ബസ് സ്റ്റോപ്പിൽ, പിന്നെ കടകളെല്ലാം തോറും ഞങ്ങൾക്ക് അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞ് ഞങ്ങളെല്ലായിടത്തും കൊടുക്കും. പിന്നെ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ മറ്റുള്ളവർ ഓരോന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. അന്നേരം ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു, പിന്നെ വിഷമമില്ല. മാതാവിനെ ഈശോയും വിളിച്ച് ഞങ്ങളെല്ലാവർക്കും കൊടുത്ത് പിന്നെ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ പറയും, നിങ്ങൾ പോകണം, നിങ്ങൾക്ക് സുഖം പ്രാപിക്കും. പിന്നെ ഞാൻ ഓരോരുത്തർ ചെല്ലുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ ഉപ്പും തൈലവും എല്ലാം ഞാൻ വെച്ചിരിക്കും. അങ്ങനെ ചിലവർ ഇങ്ങോട്ട് ചോദിക്കും, തരാൻ പറയും. അങ്ങനെ ഉപ്പും പിന്നെ തേനും ഒക്കെ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്ത് അങ്ങനെ 1-2 പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർ വന്നില്ല, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും ഒരുപാട് സൗഖ്യങ്ങൾ. പിന്നെ അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾ മറ്റേത് എന്നും ഹോസ്പിറ്റലിലായിരുന്നു, എന്നും ഓരോ അസുഖങ്ങൾ മൂലം എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒന്നും വയ്യായിരുന്നു. ഇപ്പം അമ്മയുടെ ഉടമ്പടി വസ്തുക്കളും എല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊരു ഇതക്കേട് വന്നാലും എന്തൊരു അസ്വസ്ഥക്കേട് വന്നാലും ഉടനെ ഞങ്ങളതെടുത്ത് കഴിക്കുമ്പോൾ എല്ലാ അസുഖം, എനിക്ക് നല്ല ഗ്യാസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു, അത് ഉടനെ ഞാൻ തേനോ ആയാലും ഉപ്പായാലും എടുത്ത് കഴിക്കും, അന്നേരം നല്ല സുഖം പ്രാപിക്കും. പിന്നെ എൻ്റെ മോനിപ്പം SLC പരീക്ഷയായിരുന്നു. SLC പരീക്ഷയ്ക്ക് അവിടെ ഒന്നും കൊണ്ടു കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ മോന് പിന്നെ കുപ്പിക്കകത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് വെള്ളം കൊടുത്തുവിടാം, അത് ഞാൻ മോനോട് പറയാം, അത് കുടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ പോക്കറ്റിനകത്ത് ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് പേനയ്ക്കകത്തും എല്ലാം വെച്ച് മോൻ നല്ല കണക്ക് പരീക്ഷയൊക്കെ എഴുതി. ഇനി അത് മോൻ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ മോൻ അതിൻ്റെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോളും പരീക്ഷയ്ക്ക് പോകുമ്പം അമ്മയുടെ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം ചൊല്ലിയ ഞങ്ങൾ എല്ലാ കാര്യത്തിനും എങ്ങോട്ട് പോയാലും, ഞങ്ങൾ പത്രം കൊടുക്കാൻ പോയാലും കാരുണ്യ പ്രവൃത്തി എല്ലാം ചെയ്യാൻ പോയാലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് എന്നിട്ടാണ് ഞങ്ങളെല്ലാം കൊടുക്കുന്നത്. അങ്ങനെ അമ്മയിൽ നിന്ന് ഈശോയിൽ നിന്നിട്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നിന്ന് ആത്മീയ ജീവിതം. പിന്നെ ഞങ്ങൾ രാവിലെ ഡെയിലി ബെഡ് കേൾക്കും, പിന്നെ സന്ധ്യപ്രാർത്ഥന, പിന്നെ ബൈബിള് വായിക്കും, പിന്നെ ജപമാലയൊക്കെ ചെല്ലും, അച്ഛൻ്റെ ടോക്ക് കേട്ടും, പിന്നെ ദിവസം 3-4 സാക്ഷ്യങ്ങൾ കേൾക്കും,
പിന്നെ അച്ഛൻ്റെ ടോക്കൊക്കെ കേൾക്കും. അങ്ങനെ ഞങ്ങളുടെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടാൽ ഇനിയും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കയറി സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം അമ്മയും ഈശോയും തരണേന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് തീർത്ത. എനിക്ക് 10 വയസ്സ് തൊട്ട് എനിക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തണുത്തൊന്നും എനിക്ക് കഴിക്കാൻ ഒക്കത്തില്ലായിരുന്നു. അപ്പോഴെനിക്ക് ശ്വാസം മുട്ടൽ വരായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച എനിക്ക് ശ്വാസം മുട്ടില്ല. അങ്ങനെ ഞാൻ SIT കുറേ വട്ടം കടന്നിട്ടുണ്ട്. പിന്നെ ആംബുലൻസിലൊക്കെ പോയിട്ടുണ്ട്. ട്രിപ്പിട്ടായിരിക്കും പോകുന്നത്. അച്ഛനാണെങ്കിൽ തലേ കൈവിട്ട് തൈലമൊക്കെ തേച്ച്, പിന്നെ ജോസഫച്ചൻ തൈലമൊക്കെ തൊട്ട്, അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതുവരെ ഇൻഹീലറും അടിച്ചിട്ടില്ല, ഗുളികയും കഴിച്ചിട്ടില്ല. അമ്മയ്ക്കും തിരുവാനും കോടാനും ഇവിടെ നന്ദി. ഞങ്ങൾക്ക് സന്ധ്യപ്രാർത്ഥന സമയത്ത് ഞങ്ങൾക്ക് അമ്മയുടെ തിരിക്കകത്തുനിന്ന് പിന്നെ അക്കങ്ങൾ കിട്ടി. പിന്നെ ഒരു പച്ചത്തിരി എത്തിക്കുമ്പോൾ അതിൻ്റെ താഴെ ഒരു നീല മാതിരിയുള്ള നിഴലായിരുന്നു. അത് ഞങ്ങൾ പ്രാർത്ഥിച്ച് തീരുന്നിടം വരെ ആ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം അതെന്തോ ഒരു നിഴൽ മാറുന്ന കണക്ക് പെട്ടെന്ന് മാറി അതിന് തിരി അങ്ങ് അണയുകയും ചെയ്ത്. പിന്നെ എന്നും ഞങ്ങൾക്ക് മിക്കവാറും ഈ മാർച്ച് തൊട്ട് ഇങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും 1-2 ദിവസങ്ങളിലേ ഉള്ളൂ കിട്ടാത്ത. എന്നും റോസാപ്പൂ, പിന്നെ റോസാപ്പൂവിൻ്റെ മുട്ട്, പിന്നെ ഹൃദയം എല്ലാം ഇങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും മെനഞ്ഞാന്ന് വരെയും കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഈ മാസം മൊത്തവും കഴിഞ്ഞ മാർച്ച് മാസം മൊത്തം ഞങ്ങൾക്ക് അമ്മയുടെ തിരിക്കുന്ന എന്നും ഞങ്ങൾ സന്ധ്യപ്രാർത്ഥന ചെല്ലുമ്പോൾ ഓരോ അടയാളങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ അക്കങ്ങൾ കിട്ടി, പിന്നെ ഈ ഹൃദയം, റോസാപ്പൂവിൻ്റെ മുട്ട് എല്ലാം. അങ്ങനെ അമ്മയിൽ നിന്ന് കോടാനുകോടി, അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു.